എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കാതെ പോയതോ അതോ അധികമാരും ചർച്ച ചെയ്യാതെ പോയതോ ആയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഒരു പഞ്ചാബിൽ നിന്നുള്ള ഒരു പാസ്റ്ററെ 12 വർഷം ശിക്ഷിച്ചിരിക്കുകയാണ് കോടതി. ശിക്ഷിക്കുവാനുള്ള കാരണം ഒരു പീഡന കേസിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നതെന്ന് ന്യൂസൊക്കെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അധികമാരും ചർച്ച ചെയ്തൊന്നും കണ്ടില്ല. കുറച്ച് പേര് മാത്രമേ ആ ഒരു കാര്യം ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾക്കറിയാം, പഞ്ചാബിൽ ഒത്തിരി പേര് എന്താ പറയുക, ഈ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സമയവും കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്, ഭയങ്കരമായ അറിയപ്പെടുന്നൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തെയാണ്, ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെയാണ് ഇങ്ങനെ ഒരു കുരുക്കിയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തതാണോ ഇനി കുരുക്കിയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ, ചെയ്തതാണോ ചെയ്യാത്തതാണോ എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ന്യായീകരിച്ചു വരുമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം ചെയ്തതാണോ ചെയ്തതല്ലാത്തതോ എന്നും അറിഞ്ഞുകൂടാ. അതൊക്കെ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് 12 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇനി അതുകൂടാതെ വേറെ കേസുകളും അദ്ദേഹത്തിനെതിരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരെ എന്താ പറയുക, ഉപദ്രവിച്ചതും അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കേസുകളും വേറെ പീഡന കേസുകളും ഒക്കെ ഇദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പേപ്പറുകളിലൂടെയൊക്കെ വായിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? അദ്ദേഹത്തെ ആൾക്കാർ വിളിക്കുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തെ പപ്പ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അത്രയും വലിയൊരു സ്ഥാനമാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് അവരുടെ ഒരു പപ്പ വിളിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അതോ ആ ഒരു പഞ്ചാബൊക്കെ ആണല്ലോ, ഇനി അവരുടെ എന്തെങ്കിലും ഒരു രീതിയാണ് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് അദ്ദേഹത്തെ പപ്പ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി അതിൻ്റെ വേറൊരു ചരിത്രവും കൂടെ മറുഭാഗത്തുള്ളത് വായിക്കുവാനായിട്ട് ഇടയായതും, ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾക്കൊക്കെ എല്ലാം സീറ്റുകൾക്കൊക്കെ റിസർവേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഈ ഫിലിം തിയേറ്ററുകളിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓരോ തിയേറ്ററുകളിലും ഓരോന്നിനും ഓരോ ടിക്കറ്റിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ടല്ലേ, സീറ്റുകൾക്ക് റേറ്റ് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയും ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഏതാണ്ട് 5000 രൂപയോ അങ്ങനെ ഏതാണ്ട് കൊടുക്കണം. അതെയോ 2500 ഏതാണ്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ പുറകിലുള്ള വരുന്ന സീറ്റുകൾക്ക് വേറെ പൈസ, അങ്ങനെ പൈസ കൊടുത്താണ് ഈ ഫ്രണ്ടിലൊക്കെ സീറ്റ് ഒരുക്കുന്നതെന്നൊക്കെയുള്ളൊരു വാർത്തയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മളിവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലോട്ട് നമ്മൾക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതല്ലേ, താഴെ ഭൂമിയിലും മീതെ സ്വർഗത്തിലും ഒന്നിൻ്റെയും പ്രതിമയും നിങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് ദൈവം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴും ദൈവം പറയുകയാണ്, നിൻ്റെ യഹോവയാം ദൈവത്തെ നീ എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ എന്താ പറയുക, ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മളുടെ ആരാധനകൾ എങ്ങോട്ട് മാറിപ്പോകുന്നു? പാസ്റ്ററിലേക്ക്, അല്ലെങ്കിൽ അച്ഛനിലേക്ക്, അല്ലെങ്കിൽ മെത്രാനിലേക്ക് എന്ന് പറയുന്നത് പോലെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നമ്മളുടെ ആരാധന മാറിപ്പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം VIP-കളായിട്ടാണ് അല്ലേ പല പാസ്റ്റർമാരും, പല അച്ഛന്മാരും, പല മെത്രാന്മാരുടെയൊക്കെ വരവും പോക്കും കണ്ടാൽ ഭയങ്കര VIP-കളായിട്ടാണ് ഇവർ സമൂഹത്തിന് മുൻപിലേക്ക് എഴുന്നള്ളുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയുന്നത്, ഈ ഇട്ടാവട്ടത്തുള്ള കൊച്ചു കേരളത്തിൽ ചൂടാണെങ്കിൽ ഇപ്പോൾ സഹിക്കാനും മേല, എന്നിട്ടും കൂടെ ഒരു സാധാ പാവപ്പെട്ട കുറച്ച് മലയാളികളുടെ ഇടയിലിരുന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ പോലും ഇന്ന് സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാണ് ഇരുന്ന് ശുശ്രൂഷിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ പ്രഹസനം എന്തിനാണ് ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പ്രസംഗിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ. ഇനി നമ്മൾക്കറിയാം, ഇൻ്റർനാഷണൽ വേർഷിപ്പുകളൊക്കെ നടത്തുന്നവരുണ്ട്. അവരൊക്കെ പിന്നെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടത്തണം. ഇല്ലെങ്കിൽ നമ്മൾക്കറിയാം, വിദേശികളുടെ സമീപനങ്ങളും വേറെയാണല്ലേ. അവർ നമ്മളുടെ ഡ്രസ്സിങ്ങിനെയൊക്കെ എന്താ പറയുക ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയൊക്കെ നടത്തുന്ന നമ്മുടെ കേരളത്തിനൊക്കെ വെളിയിലൊക്കെയുള്ള ചർച്ചുകളിലൊക്കെ ആണെങ്കിൽ അവിടെ വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരപ്പോൾ ചില ഇൻ്റർനാഷണൽ ചർച്ചുകളിലൊക്കെ അവർ വിസിറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സൂട്ടും കൂട്ടും ഒക്കെ നമ്മൾക്ക് എന്താ പറയുക, അതിനൊരു ന്യായീകരണമുണ്ട്. പക്ഷേ ഈ കേരളം പോലത്തെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഈ ഒരു കൊച്ചു ഇവിടെ കിടന്നിട്ട് ഈ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ടിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനത്തെ പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലേ. കാരണം നമ്മൾക്കറിയാം, ഇതൊക്കെ ഉണ്ട്, എന്താ കല്യാണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടുന്നത് ഓക്കെ, അതിനൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അത് ഓക്കെ എന്ന് വെക്കാം. പക്ഷേ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന, ആരാധന നടക്കുന്ന ആരാധനാലയങ്ങളിൽ എന്തിനാണ് ഈ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് വരുന്നതെന്ന് പലപ്പോഴും നമ്മൾക്ക്
ആർക്കും ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് അവരും ദൈവവുമായിട്ടുള്ള കണക്കുകളാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തിനാണ് നമ്മൾ ദൈവമില്ല എങ്കിൽ ഏത് പ്രവാചകനാണെങ്കിലും ഏത് പാസ്റ്ററാണെങ്കിലും ഏത് മെത്രാനാണെങ്കിലും ഏത് അച്ഛനാണെങ്കിലും ആരുമാകട്ടെ, ഏത് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ദൈവമില്ല എങ്കിൽ അവരൊക്കെ സാധാ പച്ച മനുഷ്യന്മാരാണല്ലേ. അതിലപ്പുറം ഒന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു ശക്തി വന്നു കഴിയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നതല്ലേ. രോഗശാന്തി നടക്കുക, പ്രവചനങ്ങൾ വരിക. ഇപ്പോൾ സ്വന്തമായിട്ട് പ്രവചനം പറയുന്നവരുമുണ്ട്, എന്ന് വെച്ചാൽ ദൈവം കൊടുക്കാതെ സ്വന്തമായിട്ട് ബുദ്ധി കൊണ്ട് പ്രവചിക്കുന്നവർ, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ ഒരു വ്യക്തിയിൽ എന്താണ് ഒരു സാധാരണ മനുഷ്യനെ കഴിഞ്ഞും അമാനുഷികനാകുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ഒരു ശക്തി വന്നു കഴിയുമ്പോഴാണ് അല്ലേ. അതേ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ മറ്റുള്ളവരുടെ ദാസന്മാരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഗുരുവാകാൻ നോക്കണ്ട, നിങ്ങൾ ദാസനായിരിക്കണം, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ 12 പേരെ മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്തോട്ട് വരുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ 12 പേരെ തിരഞ്ഞെടുത്ത് 2 പേരെയായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും സുവിശേഷം പറയുവാനായിട്ട് അയച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? 2 ഉടുപ്പൊന്നും എടുക്കണ്ട, നിങ്ങളൊന്നും വഴിയിൽ ഒന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട, നിങ്ങളുടെ കൂട്ടത്തിലൊന്നും എടുക്കണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കുവാണെങ്കിൽ അവിടെ അങ്ങ് കൂടിക്കൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി പോലും അവർക്കെതിരെ തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നോളാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ, ദൈവത്തിൻ്റെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾക്ക് കുറേ ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ളതാണോ? അല്ലല്ലേ. അതെന്താണ്? അത് ഇന്ന് ദൈവം തന്നിരിക്കുന്ന കൃപ, നമ്മൾ കൃപയിൽ നിൽക്കുന്നു എങ്കിൽ മാത്രമേ ആ കൃപ വീണ്ടും നമ്മളുടെ മേൽ ഉണ്ടാകത്തുള്ളൂ അല്ലേ. ഇല്ല എങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു കൃപ, ഒരു ഗിഫ്റ്റൊക്കെ നമ്മളെ വിട്ടുപോകുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ, അതായത് ഒരു എന്താ പറയുക, ഒരു ഫിലിം സ്റ്റാറിൻ്റെ സ്റ്റൈലിൽ ശുശ്രൂഷിക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? അവർ വെറും പണത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷിക്കുന്നവരായിരിക്കും. അവരുടെ ഉള്ളിൽ നിന്ന് ദൈവവും ദൈവത്തിൻ്റെ ഒരു വചനങ്ങളും ഒക്കെ ഒരുപാട് അകലെയാണ് മാറി നിൽക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് പല പാസ്റ്റർമാരും പല അച്ഛന്മാരും പല മെത്രാന്മാരും ഒക്കെ ഇന്ന് എന്താണ് ശിങ്കിടികളെയും കൊണ്ടാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഗുണ്ടകളുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിടിച്ച് 2 കൊടുക്കാൻ ഇവിടെ ആരുണ്ട്? ഗുണ്ടകളുണ്ട്. അങ്ങനെ ഗുണ്ടകളുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം പാസ്റ്റർമാരും അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഉണ്ട്. ഇത് വിശ്വാസികൾ പോലും പലരും എന്തായിട്ടാണ് മാറുന്നത്? ഗുണ്ടകളായിട്ട് മാറുക. ആർക്ക് വേണ്ടിയിട്ട്? അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്, ഇതുപോലെ എന്താ പറയുക, ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറേ പേര് ഗുണ്ടകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക, വിശ്വാസികൾ ഗുണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നതല്ലേ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെ ആരാധിക്കേണ്ടതല്ലേ. പക്ഷേ നമ്മളിവരെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനം അർഹിക്കുന്നവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുക തന്നെ വേണം. പക്ഷേ ദൈവത്തിന് മീതെയാകരുത് ഒരിക്കലും അവർ അല്ലേ. രണ്ടാമത് ദൈവം പുതിയ നിയമത്തിൽ നമ്മൾക്കറിയാം, ആ ഒരു മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മളെപ്പോലെ തന്നെ കൂട്ടുകാരെയും സ്നേഹിക്കണം. ഈ 2 കൽപ്പനയാണ് സകലത്തിനും പ്രധാനമെന്നാണ്, എല്ലാത്തിൻ്റെയും ഉൾക്കൊണ്ടിരിക്കുന്നതും ഈ 2 കൽപ്പനയാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇന്നും നമ്മൾക്കൊന്നും അങ്ങനെ കഴിയുന്നില്ല അല്ലേ. കൂട്ടുകാരെ സ്നേഹിക്കാൻ പോയിട്ട് നമ്മുടെ എന്താ പറയുക, ഒരുമിച്ച് ആരാധിക്കുന്നവരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾക്കൊന്ന് ചിരിക്കാനോ ഒന്നും കഴിയുന്നില്ല. കാരണം ബന്ധങ്ങളൊക്കെ അത്ര ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനെന്ന ഭാവം ഓരോരുത്തർക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ വിചാരങ്ങളും ഒക്കെ ആയിട്ടാണ് ആൾക്കാരുടെ ഇന്നത്തെ നടപ്പ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം തന്നെ പറയുന്നത്, ഞാനും അതിനകത്തുനിന്ന് മാറി നിൽക്കപ്പെടേണ്ട ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ എന്താണ്, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് ദൈവമാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല. മറ്റേ ലോകത്തിലുള്ളതൊന്നും ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറിൻ്റെ ലെവലിൽ ജീവിക്കുന്ന ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ ഒരു മെത്രാനോ ഒന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല. പകരം അവരുടെ ഒരു നല്ല ജീവിതം അല്ലേ. ഇപ്പോൾ ഒരു പാസ്റ്ററാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും ഒരു മെത്രാനാണെങ്കിലും അവർ നല്ലൊരു ജീവിതമാണ് നമ്മളുടെ മുൻപിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അവരോടൊരു സ്നേഹമുണ്ടാകും, അവരോട് നമ്മൾക്ക് എന്തുണ്ടാകും? ഒരു ബഹുമാനമുണ്ടാകും അല്ലേ. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ അവർക്ക് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ എവിടെ ആശ്രയിക്കേണ്ടത്? നമ്മളുടെ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മൾ മഹത്വവും ബഹുമാനവും നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മളുടെ ദൈവത്തിന് മാത്രമാണ് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് ഓർക്കുക, ഒരു ദൈവത്തെ അല്ലേ, ദൈവത്തെ സൃഷ്ടിച്ച ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ ഇന്ന് ഏതാണ്ടൊക്കെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, ഇതാണ് ദൈവം, ഇതാണ് ക്രൂശിത രൂപം, ഇതാണ് നമ്മുടെ എന്താ
പറയുക, അന്ത്യത്താഴ വേളയിലെ ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാം മിക്ക വീടുകളിലും, കത്തോലിക്ക വീടുകളിലൊക്കെ, ഇന്ന് അല്ലാത്തവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ ഭൂമിയിലോ മീതെ സ്വർഗത്തിലോ ഒന്നിൻ്റെയും പ്രതിമ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നും ദൈവത്തിൻ്റെ ഒന്നാം പ്രമാണമാണല്ലേ ഇന്ന് കത്തോലിക്ക സഭകളെ പോലെയുള്ള സഭകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ പ്രമാണം തന്നെ ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും ദൈവം ക്ഷമിക്കുന്നതല്ല കേട്ടോ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അപ്പൻ്റെ ഫോട്ടോയ്ക്ക് പകരം നമ്മൾ വേറെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചാൽ ശരിയാകുമോ? ശരിയാകത്തില്ലല്ലേ. നമ്മൾ വെക്കണമെങ്കിൽ നമ്മളുടെ അപ്പൻ്റെ ഫോട്ടോ തന്നെ വെക്കണം. വേറൊരാളുടെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ട് ഇത് നമ്മുടെ അപ്പനാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ലല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവമല്ലാത്ത ഏതിൻ്റെയൊക്കെ പിക്ചർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ദൈവമാണ് എന്ന് പറയുന്നത് എത്ര മൂഢത്തരമാണ്. അത് മനുഷ്യന് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇത് വെളിപ്പെടുത്തി കൊടുക്കും കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? നമ്മളൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അതിന് മുൻപിൽ തൊഴുതുകൊണ്ടൊക്കെ നിന്നവരല്ലേ? പിന്നെയല്ലേ നമ്മളൊക്കെ ഇങ്ങോട്ട് മാറിയതല്ലേ? അത് നമ്മളുടെ ബുദ്ധി കൊണ്ടാണ്. എത്രയോ വർഷങ്ങൾ നമ്മൾ പഴയ ഇട്ടിട്ട് പോകുന്ന ആ പാരമ്പര്യത്തിൽ നമ്മൾ നിന്നു. അവിടെ ഒന്നും നമ്മളുടെ കണ്ണ് തുറന്നുണ്ടായിരുന്നില്ലല്ലേ എന്ന് പറയുന്നത് പോലെ ഇന്നും അവരുടെ കണ്ണ് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്, ദൈവമേ ഞങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇത്രയും വ്യക്തമായി എഴുതി വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത് എത്ര തെറ്റായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായത് പിന്നീടാണല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം എന്താണ്? അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക, പിന്നെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ ഫൈനലി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച, ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, വഴിയും സത്യവും ജീവനുമായ ദൈവം നമ്മളെ നേരായ പാതകളിലൂടെ വഴി നടത്തും. നമ്മൾ ഓർക്കുക, നമ്മൾ അതിനകത്തോട്ട് കയറുന്നില്ല, നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. വേറെ ആരെയൊക്കെ നമ്മൾ ആശ്രയിക്കുവാണെങ്കിൽ ഈ ദൈവത്തിന് എങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് ദൈവം ദൈവത്തിൻ്റെ പാതകളിലൂടെ നമ്മളെ വഴി നടത്തുന്നതല്ലേ. ഇപ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മൾ വായിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് നമ്മൾ ചുമ്മാ അടച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഒന്നും മനസ്സിലാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് മനുഷ്യന്മാർക്ക് നമ്മൾ ഒത്തിരി പ്രസക്തി കൊടുക്കാതെ നമ്മൾ ആർക്ക് പ്രസക്തി കൊടുക്കണം? നമ്മൾ ദൈവത്തിന് പ്രസക്തി കൊടുക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും. പിന്നെ ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ മറ്റാർക്കും കൊടുക്കാതിരിക്കുക. അത് എത്ര വലിയ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആളാണെങ്കിലും, എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് നമ്മൾ എന്താണ്, ആ ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ബഹുമാനം മാത്രം കൊടുത്താൽ മതി. ദൈവത്തെ കഴിഞ്ഞും അധികമായിട്ട് അവരെ നമ്മൾ കാണാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.